ഹലോ നമസ്കാരം ഫ്രണ്ട്സ്. ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ സെഷനിൽ വന്നിരിക്കുന്നത് ഇന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഹയർ ചോൺ ആൻഡ് ഷോപ്പിയുടെ 2 കേസുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ 2 കേസുകളുടെയും കേസ് അപ്ഡേറ്റ്സ് ഒന്ന് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ വീഡിയോ സെഷനിൽ പറഞ്ഞതുപോലെ തന്നെ ബഡ്സ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അപ്പീൽ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസായിരുന്നു. സ്റ്റേ ഓർഡർ അത് പരിഗണിച്ചത് ജസ്റ്റിസ് ജയചന്ദ്രൻ സാറിന്റെ ബെഞ്ചിലായിരുന്നു. കോർട്ട് നമ്പർ 3D ഐറ്റം നമ്പർ 101 101 പരിഗണിച്ചത്. ഹയർ ചോൺ ആൻഡ് ഷോപ്പിയെ റെപ്രസെന്റ് ചെയ്തത് ന്യൂട്ടൺസ് ലോയിലെ സീനിയർ അഡ്വക്കേറ്റ് മനോജ് ജോർജ് സാർ ആയിരുന്നു. അതുപോലെ അഡ്വക്കേറ്റ് രാജേഷ് സാറും ഉണ്ടായിരുന്നു. പബ്ലിക് പ്രോസിക്യൂട്ടറിനെ റെപ്രസെന്റ് ചെയ്ത് അഡ്വക്കേറ്റ് ഷീബ ആയിരുന്നു. അപ്പോൾ കേസ് വിളിച്ചപ്പോൾ തന്നെ അഡ്വക്കേറ്റ് മനോജ് ജോർജ് സാറ് തൃശൂർ സെഷൻസ് കോർട്ടിലെ കോർട്ട് ഓർഡർ ആയിട്ടുള്ള അതിന്റെ ഒബ്സർവേഷൻസിലേക്ക് കടന്നു. അപ്പോൾ ജസ്റ്റിസ് ജയചന്ദ്രൻ സാറ് പറഞ്ഞു, ഈ ഒരു പർട്ടിക്കുലർ കോർട്ട് ഇപ്പോൾ ഈ പർട്ടിക്കുലർ കേസിന്റെ മെറിറ്റ്സിലേക്ക് കടക്കുന്നില്ല. അപ്പൊ മെറിറ്റ്സിലേക്ക് കടക്കാതെ മെറിറ്റ്സ് എല്ലാം കൺസിഡർ ചെയ്യുന്നത് റെഗുലർ ബെഞ്ചാണ്. ഹൈക്കോടതിയിൽ തന്നെ റെഗുലർ ബെഞ്ചാണ് പരിഗണിക്കുന്നത്. അതെന്തായാലും ഹോപ്പ്ഫുള്ളി മൺഡേ ഓർ ട്യൂസ്ഡേ റെഗുലർ ബെഞ്ച് ഫോം ചെയ്യുന്നുണ്ട്. സോ അത് മെറിറ്റ്സ് ഈ പർട്ടിക്കുലർ കേസിന്റെ എല്ലാം കൺസിഡർ ചെയ്യുന്നത് ആ റെഗുലർ ബെഞ്ചാണ്. അപ്പോൾ ഇവിടെ എന്ത് സൊല്യൂഷൻ ആണ് ഈ ഒരു പർട്ടിക്കുലർ കോടതിയിൽ നിന്ന് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യം എന്നുള്ള ഒരു ഒപ്പീനിയൻ അഡ്വക്കേറ്റ് മനോജ് ജോർജ് സാറിനോടും ചോദിച്ചു. അതുപോലെ തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടറിനോടും ചോദിച്ചു. അപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെ വാദങ്ങൾ പറഞ്ഞു. എന്നിട്ട് മനോജ് ജോർജ് സാറിലേക്ക് വന്നു. അപ്പൊ മനോജ് ജോർജ് സാർ പറഞ്ഞു, ഇത് അപ്പീൽ പ്രോസസ്സ് ആയിട്ട് മുന്നോട്ട് പോകുന്ന കാര്യമാണ്. അപ്പോൾ ഹയർ ചോൺ ആൻഡ് ഷോപ്പി അറ്റ് ദ മൊമെന്റ് ഇപ്പോൾ ഈ പർട്ടിക്കുലർ സ്റ്റേജില് നമുക്ക് ആവശ്യം ഉള്ളത് അല്ലെങ്കിൽ അഡ്വക്കേറ്റ് മനോജ് ജോർജ് സാറിന്റെ പ്രോവ്യൂവിൽ അവിടെ റേസ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷൻ അല്ലെങ്കിൽ സെയിൽ ഓപ്ഷൻ താൽക്കാലികമായിട്ട് ടെമ്പററി ആയിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് കോമ്പറ്റന്റ് അതോറിറ്റി ഇനിഷ്യേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റേ ചെയ്ത് തരണം. ഇന്നത്തെ കോർട്ട് സെഷനിൽ പറഞ്ഞതുപോലെ സെയിം ആ ഒരു സംഭവം തന്നെ റേസ് ചെയ്തു. അപ്പൊ ഈ റെഗുലർ ബെഞ്ച് ഫോം ചെയ്യുന്നവരെ, ഈ മെറിറ്റ്സ് കൺസിഡർ ചെയ്യുന്ന റെഗുലർ ബെഞ്ചിന്റെ ടേബിളിലേക്ക് എത്തുന്നവരെ ഈ ഒരു പർട്ടിക്കുലർ കാര്യം ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് തരണം, സ്റ്റേ ഓർഡർ എക്സ്റ്റെൻഡ് ചെയ്ത് തരണം എന്നുള്ള ഒരു റിക്വസ്റ്റ് ആണ് അഡ്വക്കേറ്റ് മനോജ് സാർ റേസ് ചെയ്തത്. സോ ആ ഒരു റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ജയചന്ദ്രൻ സാറ് നെക്സ്റ്റ് തേഴ്സ്ഡേ എന്ന് പറഞ്ഞാൽ 20th മാർച്ച് 20 മാർച്ച് വരെ സ്റ്റേ ഓർഡർ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ റെഗുലർ ബെഞ്ച്, ഹൈക്കോടതിയിലെ റെഗുലർ ബെഞ്ച് ഈ കേസ് ഇതിന്റെ മെറിറ്റ്സും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോൾ കേസ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് 20th മാർച്ച് വരുന്ന വ്യാഴാഴ്ചത്തേക്കാണ്, തേഴ്സ്ഡേയിലത്തേക്കാണ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് കേസ് അപ്ഡേറ്റ്. രണ്ടാമത്തെ കേസ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ കോർട്ട് നമ്പർ 6A ഐറ്റം നമ്പർ 235. അത് ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ സാറിന്റെ ബെഞ്ചിലാണ് നടന്നത്. ആ കേസ് എന്ന് പറഞ്ഞാൽ ഹയർ ചോൺ ആൻഡ് ഷോപ്പിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീമതി ശ്രീന പ്രതാപന്റെ ആന്റിസിപ്പേറ്ററി ബെയിൽ ആപ്ലിക്കേഷൻ, മുൻകൂർ ജാമ്യാപേക്ഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസിന്റെ വാദങ്ങളായിരുന്നു. അവിടെ ന്യൂട്ടൺസ് ലോയിലെ അഡ്വക്കേറ്റ് രാജേഷ് കുമാർ സാർ ആയിരുന്നു അവിടെ ഹയർച്ചിന് വേണ്ടി റെപ്രസെന്റ് ചെയ്തത്. അപ്പോൾ ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ സാർ ഈ കേസ് വിളിച്ചപ്പോൾ തന്നെ ഫസ്റ്റ് ചോദിച്ചത്, കാരണം ഈ ഒരു പർട്ടിക്കുലർ കേസ് ശ്രീധരൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, ആ പർട്ടിക്കുലർ കേസിൽ നാം എവർക്കും അറിയാവുന്ന പോലെ വത്സന്റെ FIRന്റെ ബേസിസിലാണ് കേരള സർക്കാർ അല്ലെങ്കിൽ കോമ്പറ്റന്റ് അതോറിറ്റി ആക്ഷൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കേസ് വിളിച്ചപ്പോൾ തന്നെ കുഞ്ഞികൃഷ്ണൻ സാർ ചോദിച്ചു, FIR കോഷിംഗ്, PA വത്സന്റെ FIR കോഷിംഗ് ആ പർട്ടിക്കുലർ കേസിന്റെ സ്റ്റേജ് എന്താണെന്ന് തിരക്കി രാജേഷ് സാറിനോട്. അപ്പൊ രാജേഷ് സാർ പറഞ്ഞു, അതിന്റെ ബാക്കി ഫർദർ കോർട്ട് പ്രൊസീഡിംഗ്സിന് വേണ്ടി ഇപ്പോൾ ജസ്റ്റിസ് VG അരുൺ സാറിന്റെ ബെഞ്ച് ഇപ്പോൾ അത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് 3rd ഏപ്രിലത്തേക്കാണ്. അത് പ്രോഗ്രസിംഗ് സ്റ്റേജിലാണ്. അതിപ്പോ ഫർദർ പ്രൊസീഡിംഗ്സിന് കേസ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് 3rd ഏപ്രിലത്തേക്കാണ് FIR കോഷിംഗ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. സോ അത് മനസ്സിലാക്കിക്കൊണ്ട് ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ സാറ് ഈ ആന്റിസിപ്പേറ്ററി ബെയിൽ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസ് നേരത്തെ ഇന്റർവ്യൂ ഓർഡർ തന്നെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് ടിൽ 7th ഏപ്രിൽ. അപ്പോൾ 3rd ഏപ്രിൽ FIR കോഷിംഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസ് നടക്കുന്നുണ്ട്. സോ അതിന്റെയും കൂടെ പ്രോഗ്രസ് മനസ്സിലാക്കിക്കൊണ്ട് ബാക്കി ഫർദർ കാര്യങ്ങളിലേക്ക് കടക്കാമെന്നുള്ള ഒരു ഒബ്സർവേഷനിലേക്കാണ് ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ സാർ എന്നിപ്പോ വന്നു ചേർന്നിരിക്കുന്നത്. സോ നോട്ട് ടു അറസ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു ഓർഡർ തന്നെ ഇപ്പോൾ 7th ഏപ്രിൽ വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇതാണ്
ഈ 2 കേസ് അപ്ഡേറ്റ് ഇന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഹയർ സ്റ്റോൺ ആൻഡ് ഷോപ്പിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടന്ന കേസ് അപ്ഡേറ്റ്സ് എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി ഒരു കാര്യം നമ്മുടെ ഫ്രണ്ട്സിനോട്, ഇപ്പോൾ നമ്മുടെ മുൻപത്തെ വീഡിയോ സെഷന്റെ ഒക്കെ താഴെയൊക്കെ വളരെ ജെന്യൂൻ ആയിട്ടുള്ള കുറേ കമന്റ്സുകൾ കണ്ടു. പല മെമ്പേഴ്സും വളരെയധികം സ്ട്രഗ്ലിംഗ് ഫേസിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെ ഫീലിങ്സ് മനസ്സിലാക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്നുള്ള ഒരു രീതിയിൽ കുറച്ച് നെഗറ്റീവ് സുഹൃത്തുക്കളെന്ന് അവരെ ഞാൻ വിശേഷിപ്പിക്കുന്നില്ല. അവരെ നിയോഗിച്ച വ്യക്തികൾ, അവർ പറഞ്ഞു കൊടുക്കുന്ന ജോലികൾ ഭംഗിയായിട്ട് ചെയ്യുന്ന വ്യക്തികൾ, അവർ വന്ന് കുറേയൊക്കെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലൊക്കെ ഉള്ള മെസ്സേജുകളൊക്കെ താഴെ വന്ന് ഇടുന്നതൊക്കെ കണ്ടു. അവരുടെ ലാഭത്തിനായിരിക്കാം. എന്തായാലും ചിലതൊക്കെ മിക്കവാറും ഉള്ളത് കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കാനേ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്ത് 1-2 കമന്റ് വീണ്ടും ഞാനിത് നേരത്തെയും ഈ വീഡിയോ സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു പർട്ടിക്കുലർ ചാനലിന്റെ ഉദ്ദേശശുദ്ധി എന്ന് പറഞ്ഞാൽ കോർട്ടിൽ നടക്കുന്ന കേസ് അപ്ഡേറ്റ്സ് കഴിയുന്ന രീതിയിൽ, എല്ലാ കോർട്ട് അപ്ഡേറ്റ്സും കേസ് അപ്ഡേറ്റ്സും എനിക്ക് ഷെയർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാലും കഴിയുന്ന അത്രയും രീതിയിൽ കേസ് അപ്ഡേറ്റ്സ് ഹൈറിച്ചിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു പർട്ടിക്കുലർ ചാനലായ ലോജിക്കൽ ടോക്സിന്റെ മെയിൻ ഉദ്ദേശം അല്ലെങ്കിൽ പ്രൈമറി ഒബ്ജക്റ്റീവ്. ഓക്കെ, അപ്പോൾ അതിന്റെ കമന്റ്സിന്റെ താഴെയൊക്കെ വന്നിട്ട് പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയാണെന്നുള്ളത് മനസ്സിലായി സുഹൃത്തെ. എനിക്ക് എന്റേതായിട്ടുള്ള ഒരു പ്രൊഫഷൻ ഉണ്ട്, അതിൽ ഡീസന്റ് ആയിട്ട് ഏൺ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറയുന്ന അപവാദങ്ങൾ, ഇതിൽ നിന്ന് ഒരു വരുമാനം എടുത്തുകൊണ്ടല്ല ഞാൻ ജീവിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ ഈ നെഗറ്റീവ് കമന്റ്സ് രേഖപ്പെടുത്തുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും വന്ന് കമന്റ്സ്, ഈ നെഗറ്റീവ് കമന്റ്സ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കമ്പനിയെ ആക്ഷേപിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിന്റെ മെമ്പേഴ്സിനെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള കമന്റ്സ് രേഖപ്പെടുത്താൻ, അല്ലെങ്കിൽ ഇതിനെ എന്തെങ്കിലും ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയെ ആക്ഷേപിക്കുന്ന രീതിയിൽ കമന്റ്സ് രേഖപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ നിയോഗിച്ച ആൾക്കാർക്കും, അതുപോലെ അതിൽ എന്തെങ്കിലും നിങ്ങൾ പറ്റിയിട്ട് അത് നിങ്ങൾക്ക് ആണ് അത് കുറച്ചും കൂടെ സ്യൂട്ട് ആകുന്നത്. ആ ഒരു ടാഗ് എന്നിലേക്ക് വെക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു കാര്യം കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് കമന്റ്സ് രേഖപ്പെടുത്തും. നെഗറ്റീവ് കമന്റ്സ് ഇൻ ദ സെൻസ് കച്ചകെട്ടി ഇതിനു വേണ്ടി മാത്രം ഒരേ രീതിയിലുള്ള കമന്റുകൾ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യുന്ന വ്യക്തികളോടാണ് ഞാനിത് ഈ മെസ്സേജ് എനിക്ക് കൺവേ ചെയ്യാൻ. ഓക്കെ, സോ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഹൈറിച്ചിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിന് ഈ 2 കേസ് അപ്ഡേറ്റ്സും ക്ലിയർ ആണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ സെഷൻ നിർത്തുന്നു. സോ താങ്ക് യു വെരി മച്ച്. ടേക്ക് കെയർ. ബൈ.